രണ്ടാം പിണറായി സർക്കാർ 3 വർഷം പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വ്യവസായ വകുപ്പിന്റെ നേട്ടങ്ങൾ വ്യക്തമാക്കി മന്ത്രി പി രാജീവ്. നേട്ടങ്ങളുടെയും ഉയർച്ചയുടെയും കാലമായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാറിയെന്നും ദേശീയതലത്തിൽ ജനങ്ങൾക്ക് അംഗീകാരവും അഭിനന്ദനവും ലഭിച്ചുവെന്നും മന്ത്രി കുറിച്ചു. എല്ലാ മേഖലയിലും നേട്ടങ്ങൾ കൈവരിച്ചു വരികയാണ് നമ്മുടെ സർക്കാർ. ഈ നേട്ടങ്ങളെല്ലാം അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം വിഭാഗം നമുക്കിടയിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ഇവരോട് ഇത്രയും ശത്രുത, അസൂയയും? ഈ നേട്ടങ്ങൾ ഇവർ നേടിയിരുന്നെങ്കിൽ വാനോളം പ്രശംസിച്ചേനെ. അഴിമതികളോടെയാണ് ഇതെല്ലാം നേടിയെടുത്തെന്ന വാദം ഇപ്പോൾ ഉയരും. ഈ പറയുന്നവർ അഴിമതികൾ കാണിച്ചിട്ടില്ലേ എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അവരുടെ നില പരുങ്ങലിൽ തന്നെയാവും. ഉയർന്ന മൂല്യമുള്ള മാനവവിഭവശേഷിയും മികച്ച നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവും ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ്. ഈ കുതിപ്പ് തുടരാൻ സാധിക്കുകയാണെങ്കിൽ വ്യാവസായിക മേഖലയിൽ ഒരു കേരള മാതൃക വളരെ പെട്ടെന്ന് തന്നെ സൃഷ്ടിക്കാമെന്നും ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്നും മന്ത്രി. വ്യവസായ വകുപ്പിന്റെ മുന്നേറ്റങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ 20ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് കേരളത്തിന്റെ അഭിമാനമായി മാറി. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുടെ ഹബ്ബായി കേരളത്തെ മാറ്റുന്നതിന് കേരള റബ്ബർ ലിമിറ്റഡ് എന്ന പുതിയ സ്ഥാപനം ആരംഭിച്ചു. സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിച്ചു. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അംഗീകാരം ലഭിച്ചു. MBM പോലുള്ള ലോകോത്തര കമ്പനിയിൽ കേരളത്തിലേക്ക് കടന്നുവന്നു. വ്യവസായ നയം 2023 കൊണ്ടുവന്നു. കഴിഞ്ഞ 3 വർഷത്തിൽ കേരളം കണ്ട വിപ്ലവകരമായ മുന്നേറ്റങ്ങളിലൊന്നാണ് ദേശീയ തലത്തിൽ MSME മേഖലയിൽ ബെസ്റ്റ് പ്രാക്ടിക്കൽ അംഗീകാരം നേടിയ സംരംഭക വാർഷിക പദ്ധതി. 77,856 സ്ത്രീകൾ സംരംഭകരാക്കി മാറ്റാൻ സാധിച്ചു എന്നത് സംരംഭക വർഷത്തിന്റെ ഉജ്ജ്വലമായ നേട്ടങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള വ്യവസായ എസ്റ്റേറ്റുകൾ ഭൂമിയിൽ പട്ടയം അനുവദിക്കുകയും കൈമാറ്റം ലളിതമാക്കുന്നതിനുള്ള പുതിയ ചട്ടങ്ങൾ അംഗീകാരം നൽകാനായത് ഈ സർക്കാരിന്റെ സുപ്രധാനമായ നേട്ടങ്ങളിലൊന്നാണ്. വ്യവസായ എസ്റ്റേറ്റുകളിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം നടത്തുന്നതിനും നിശ്ചയിച്ച വ്യവസായ സംരംഭങ്ങൾ പകരം മാറ്റി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായം ആരംഭിക്കുന്നതിലും തുടരുന്നതിലും മാറ്റം വരുത്തുന്നതിലും ഉള്ള എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കാൻ സാധിച്ചു. വ്യവസായ വകുപ്പിന്റെ മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ സ്വകാര്യ വ്യവസായ പാർക്കുകൾ എല്ലാ ജില്ലകളിലും തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ്. ഈ പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന ഓരോ പാർക്കിനും 3 കോടി രൂപ വരെ സാമ്പത്തിക സഹായം സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ടാറ്റ എലക്സിയുടെ 50%-ലധികം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ കേരളത്തിലാണെന്ന് നമുക്ക് അഭിമാനമായി പറയാം. ആത്മവിശ്വാസത്തോടെ സർക്കാരിന് പറയാൻ കഴിയുന്നൊരു കാര്യമാണ് ഇപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളിലൊന്നും തന്നെ അനാവശ്യ പരിശോധനകൾ ഉണ്ടാകില്ല എന്നത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം എല്ലാ പരിശോധനകളും കേന്ദ്രീകൃതമായി സുതാര്യമായും നടപ്പിലാക്കുന്നതിന് KCS സംവിധാനം കൊണ്ടുവന്നു. സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് പരിശോധന, പതിവ് പരിശോധന, പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധന എന്നിവയെല്ലാം സംവിധാനത്തിന് കീഴിലാണ് വരുന്നത്. കയറ്റുമതി ഉൾപ്പെടെയുള്ള മേഖലയിൽ കുതിക്കുന്ന കേരളത്തിന് കൈത്താങ്ങാകുന്നതിനുള്ള കയറ്റുമതി നയരേഖയും പ്രഖ്യാപനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഭരണ തുടർച്ച ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ ആസൂത്രണത്തിലും ആരംഭിച്ചതുമായ ഈ വികസന പദ്ധതികൾ അവതാളത്തിലാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ED പോലുള്ള കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് UDF-ഉം BJP-യും നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ തകർക്കാൻ നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ശ്രമങ്ങൾ മറക്കാൻ സാധിക്കാത്തതാണ്. ഈ കുതിപ്പ് തുടരാൻ സാധിക്കുകയാണെങ്കിൽ വ്യാവസായിക മേഖലയിൽ ഒരു കേരള മാതൃക വളരെ പെട്ടെന്ന് തന്നെ സൃഷ്ടിക്കപ്പെടും. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം.